കേരള പ്രവാസി പെൻഷൻ മെയ് മാസത്തെ തുക ഇതുവരെയും ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. ഏതാണ്ടിപ്പോൾ ഈ ക്ഷേമനിധി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ 8 ലക്ഷത്തോളം ആളുകളാണ്. അതിൽ 70,000-ഓളം പേർ മാസം തോറും പെൻഷൻ വാങ്ങിക്കുന്നുമുണ്ട്. കേരള ഗവൺമെന്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന പ്രവാസി പെൻഷൻ പദ്ധതിയിൽ 60 വയസ്സ് തികഞ്ഞവർക്കാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാസം തോറും മിനിമം 3,000 രൂപയും പരമാവധി 7,000 രൂപ വരെ പെൻഷൻ ഈ പദ്ധതിയിൽ അംഗമാകുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ പെൻഷൻ പോലെ കേരള ഗവൺമെന്റ് ഒരു ചെറിയ വിഹിതം കൂടി ഈ പദ്ധതിയിൽ പെൻഷന് വേണ്ടി മാസം തോറും നിക്ഷേപിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് കേരള പ്രവാസി ക്ഷേമനിധി ബോർഡാണ്. നോർക്ക റൂട്ട്സിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. എല്ലാ മാസവും 10-ാം തീയതിക്കുള്ളിലാണ് പെൻഷൻ വിതരണം സാധാരണഗതിയിൽ നടക്കുന്നത്. എന്നാൽ ചില മാസങ്ങളിൽ അത് 15-ാം തീയതി വരെ ലേറ്റ് ആകുന്നുണ്ട്. എന്നാൽ മെയ് മാസത്തെ പെൻഷൻ ഇന്ന് 22-ാം തീയതി ആയിട്ടും പലർക്കും കിട്ടിയിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. നിങ്ങൾക്ക് 2025 മെയ് മാസത്തെ പെൻഷൻ തുക കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമന്റ് ചെയ്യുക. സാധാരണഗതിയിൽ 2 കാരണങ്ങളാലാണ് പ്രവാസി പെൻഷൻ തുക ലഭിക്കുവാൻ വൈകുന്നത്. അതിലൊന്ന്, പെൻഷൻ വാങ്ങുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയുന്നതിനു വേണ്ടി എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രവാസി പെൻഷന്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ നൽകണം എന്നുള്ളതാണ്. അത് നൽകുവാൻ വൈകിട്ടുള്ളവർക്ക് ഏപ്രിൽ മെയ് മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതാണ്. എന്നാൽ എപ്പോഴാണ് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹെഡ് ഓഫീസിൽ സമർപ്പിക്കുന്നത്, പിന്നെ എപ്പോഴാണ് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹെഡ് ഓഫീസിൽ സമർപ്പിക്കുന്നത്, അന്ന് മുതലായിരിക്കും പെൻഷൻ വീണ്ടും ലഭിച്ചു തുടങ്ങുന്നത്. ലൈഫ് സർട്ടിഫിക്കറ്റ് സൈറ്റിൽ ഓൺലൈനായി അപ്ലോഡ് ചെയ്യുവാൻ ഇപ്പോൾ അങ്ങനെയുള്ള സൗകര്യം ഓൺലൈനിൽ ഇല്ല. പിന്നെ അത് കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി അത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സൈറ്റിൽ ഓൺലൈനായി കോൺടാക്റ്റ് ചെയ്യുവാനുള്ള ലിങ്ക് ഉണ്ട് എങ്കിലും മിക്കപ്പോഴും അത് റിപ്ലൈ ഒന്നും ലഭിക്കുന്നില്ല. നേരത്തെ ഇമെയിലായി അവർക്ക് കോൺടാക്റ്റ് ചെയ്യുവാനുള്ള ലിങ്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവർ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതിന് ലൈഫ് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്താലും അത് കിട്ടി എന്നുള്ള മെസ്സേജ് സൈറ്റിൽ കാണിക്കുന്നുമില്ല എന്നുള്ളത് പെൻഷൻ ഉപഭോക്താക്കൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതായത് ലൈഫ് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്താലും അത് കിട്ടിയില്ല എന്ന് നേരത്തെയുള്ള മെസ്സേജ് തന്നെയാണ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് ഇപ്പോഴും